സ്ത്രീകൾക്കും ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനാവാം, അല്ലെങ്കിൽ ഒരു സീക്രട്ട് ചാറ്റ് ചെയ്യാനാവാം. അതിനായിട്ടുള്ളൊരു 1000 രൂപ പോലും ചില സമയത്ത് അവരുടെ കയ്യിലില്ലാത്തൊരവസ്ഥയുണ്ടാവും. അത് ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിൽ ആരുടെ പൈസ എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഈ ഒരു പണത്തിന് വേണ്ടിയിട്ട് ഒരാൾ ചോദിക്കേണ്ടി വരിക, വീണ്ടും വീണ്ടും പറയുക, അവരുടെ സമ്മതത്തിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണെങ്കിലും വാങ്ങിക്കുന്നത് ഹസ്ബൻഡിൻ്റെ പൈസ കൊണ്ടുതന്നാവുന്ന സമയത്ത് ഗിഫ്റ്റിനൊരു രസം ഉണ്ടാവില്ല അല്ലേ? സോ ഇത്തരം കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ഫീലിംഗ് ലേഡീസിന് കൊണ്ടുവരും. സോ ഇവിടെ വീട്ടിലിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ചോയ്സസ് ആണ്. വളരെ ഹാപ്പി ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുത്തിട്ടുള്ള തീരുമാനമാണെങ്കിൽ അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കും അവരുടെ കയ്യിൽ ചെറിയൊരു പോക്കറ്റ് മണി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതേ രീതിയിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് അവർ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരികയും കയ്യിൽ കിട്ടാതാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെയാണ് ടോക്സിക് ആയിട്ടുള്ള ചില വേർഡ്സ് ഒക്കെ വരിക. ആരുടെയും കാലിൻ്റെ കീഴിലായിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ഫെമിനിസ്റ്റ് ആയിട്ട് പല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള കമൻസിലൂടെ ഒക്കെ പോകുന്നത് ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളിലൂടെ ലേഡീസ് കടന്നു പോകുന്ന സമയത്താണ്. ഫാമിലിയെ നോക്കുക എന്ന് പറയുന്നതും കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് രണ്ടുപേരും മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക, അവരുടെ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കുള്ള പോം വഴി കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല.